നമസ്കാരം. വയനാട് മാനന്തവാടിയിലെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സുഹൃത്തുക്കൾ രാത്രിയിൽ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി അപകടത്തിൽപ്പെട്ടെന്നും പിന്നീട് അവർ തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ മാത്രമാണ് വീട്ടുകാർ വിവരം പറഞ്ഞതെന്നുമുള്ള വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെയൊക്കെ കുട്ടികൾ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയേ മതിയാവൂ. നമ്മൾ ആരും അറിയുന്നില്ല എന്ന് മാത്രമാണ്. അർദ്ധരാത്രിയിൽ മക്കൾ പോകുന്നു, അവർ വെളുപ്പിന് തിരിച്ചു വരുന്നു. അത് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നായിരുന്നു എൻ്റെ വാർത്ത. ഇതിനെ ശരിവെച്ചുകൊണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു വനിതാ പോലീസുകാരി എനിക്കൊരു സന്ദേശം അയച്ചു. സാമൂഹ്യ ഉത്തരവാദിത്വമുള്ള ഒരു പോലീസുകാരി എനിക്ക് സ്വകാര്യമായി അയച്ച സന്ദേശമാണിത്. പക്ഷേ ഇത് സംപ്രേഷണം ചെയ്യരുത് എന്നോട് പറയാതിരുന്നത് കൊണ്ടും എന്നാൽ സംപ്രേഷണം ചെയ്തോട്ടെ എന്ന് ഈ പോലീസുകാരുടെ അനുമതി വാങ്ങാതിരുന്നത് കൊണ്ടും അതിലെന്തെങ്കിലും നിയമപരമായ തടസ്സം അവർക്കുണ്ടാവുമോ എന്ന ആശങ്കയുള്ളതുകൊണ്ടും ഞാൻ അവരുടെ പേര് വിവരം വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് ഗൗരവമേറിയ വിഷയമാണ്. ഈ സമൂഹം മുഴുവൻ കാതു തുറന്ന് കേൾക്കേണ്ടതാണ്. അധികാരികൾ ഉണരേണ്ടതാണ്. ഈ മെസ്സേജ് ശരിക്കും ഇത്രയ്ക്ക് ചെറുതായിട്ടല്ല കൊടുക്കേണ്ടത്. കുറച്ചുകൂടി ഒരു പബ്ലിസിറ്റി കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഞാനൊക്കെ ഇവിടെ സിറ്റിയിൽ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് മാനവീയം സിറ്റിയിലും അല്ലെങ്കിൽ ടെക്നോ പാർക്കിന്റെ ഏരിയയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 12-1 മണി കഴിഞ്ഞാല് മാനവീയത്ത് നടക്കുന്നത് ശരിക്കും പറഞ്ഞാല് എല്ലാ പേരൻസും അറിയേണ്ട കാര്യമാണ്. അച്ഛനും അമ്മയൊക്കെ വിചാരിക്കുന്നത് മക്കൾ ചിലപ്പോൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ PGക്ക് താമസിക്കുന്നിടത്തോ ഒക്കെ കിടന്നുറങ്ങുമായിരിക്കും എന്നാണ്. പക്ഷെ ഒരു 16-17 വയസ്സ് മുതലുള്ള കുട്ടികൾ വരെ നൈറ്റിൽ ഒരു ടൈം കഴിഞ്ഞാൽ അവരെ പിക്ക് ചെയ്തോണ്ട് പോകാനായിട്ട് വണ്ടികൾ വരുന്നു. ഇപ്പൊ മാനവീയത്ത് തന്നെ നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യമാണ്. നമ്മൾ പോലീസുകാർ അവിടെ കാക്കിയിട്ട് വെറുതെ നിൽക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു 12-1 മണിയൊക്കെ കഴിഞ്ഞാല് ഇവരെ കൊണ്ടുപോകാനായിട്ട് വലിയ വലിയ കാറുകൾ വരുന്നു, ഇവര് പോകുന്നു. നമ്മൾ അവിടെ തന്നെ നമ്മുടെ ഡ്യൂട്ടി 7 മണി വരെ ഉള്ളതാണ്. ഒരു 5 മണിക്കുള്ളിൽ 4-5 മണിക്കുള്ളിൽ അവർ തിരിച്ചു വരുന്നു. അത് മാത്രമല്ല, അവര് സിറ്റിയുടെ പല ഭാഗത്തും നിന്നിട്ട് പല വണ്ടികളിലും പല സ്ഥലത്തുനിന്നും ഇവർ പോകുന്നുണ്ട്. അതെല്ലാം തന്നെ ചെറിയ കുട്ടികളാണ്. നമ്മൾ നന്നായിട്ട് കാണുന്നതാണത്. ഒരു ടീം ഒരു പ്രാവശ്യം 4 കുട്ടികൾ, നല്ല സുന്ദരി മെലിഞ്ഞ് നല്ല സുന്ദരി പെൺപിള്ളേരാണ്. അവരെ കൊണ്ടുപോകാനായിട്ട് ഇരുന്നത് നെടുമങ്ങാട് ഭാഗത്ത് താമസിക്കുന്ന ഒരു 4 പയ്യന്മാരാണ്. അവന്മാര് 2 പേര് ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നത് രാത്രി 1 മണിക്ക്. അപ്പൊ നമ്മൾ വിചാരിച്ച എന്തിനാണ് 1 മണിക്ക് ബസ് സ്റ്റോപ്പിൽ ഇരിക്കണേന്ന് കരുതിയിട്ട് ഞാനൊക്കെ വണ്ടിയുടെ അകത്തുനിന്ന് തല വെളിയിലോട്ടിട്ട് നോക്കിയപ്പോഴാണ് അവരിയ്ക്കുന്നതിന് പാളയത്ത് സാബല്യത്തിന്റെ സൈഡില് അവരിയ്ക്കുന്ന ബസ് സ്റ്റോപ്പിന് ബാക്കിലായിട്ട് 4 പെൺപിള്ളേരും കൂടി ഒരുങ്ങി നിൽക്കുന്നു. ബാക്കി അപ്പുറത്തെ 2 പേര് കാറിലിരിക്കുന്നു. നമ്മൾ എന്താന്ന് ചോദിക്കാൻ ഇറങ്ങിയതും ഈ പിള്ളേര് ഓടിയ വഴി എവിടാന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ നമ്മുടെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ നൈറ്റ് വണ്ടിയും അവിടെ ഉണ്ടായിരുന്ന ആ പരിസരത്ത് ഞാൻ അവരെയും കൂട്ടിയിട്ട് നമ്മൾ തപ്പാൻ ഇറങ്ങിയിട്ട് ആ മാർക്കറ്റിന്റെ ആ ഭാഗത്ത് എവിടെയോ ഓടി പെൺപിള്ളേർ പോയി. അവന്മാരില് ഒരുത്തൻ നെടുമങ്ങാട് നിന്ന് സ്ഥിരമായിട്ട് മാനവീയത്ത് വരുന്നവനാണ്, ഒരുത്തൻ ഗൾഫിൽ നിന്ന് ലീവിന് വന്നവനാണ്, മറ്റു 2 പേരും വലിയ പണിയൊന്നും ഇല്ലാത്തവന്മാരാണ്. പക്ഷെ ഈ പിള്ളേർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൈറ്റില് അവർ തന്നെ വരുമാനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. അത് വലിയൊരു ഇഷ്യൂ ആണത്. ഈ പോലീസ് ഒരു പണിയില്ലാതെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ അത്ര ഇതായിട്ട് പറഞ്ഞതല്ല. കാരണം ഞാൻ തന്നെ 2-3 കാര്യങ്ങളിൽ ചോദ്യം ചെയ്തപ്പോ നമ്മുടെ വീഡിയോ എടുക്കാനും എന്തുകൊണ്ട് നമ്മൾ നൈറ്റിൽ നിന്നുകൂടെ, അതെന്താ നമ്മൾ തെറ്റാണോ ചെയ്യുന്നത്, ബാക്കി ഇവര് നമ്മുടെ ഫ്രണ്ട്സ് ആണ് എന്ന് വെച്ചാല് ഒരു തരത്തിലും നമ്മൾ പേരൻസിന് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് പല നാട്ടിലും കിടക്കുന്ന ഈ പെൺപിള്ളേര് ഇവിടെ കിടന്ന് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാല് അവരെല്ലാം ഫ്രണ്ട്സ് ആണ്. അവര് നമ്മുടെ മുന്നിൽ നിന്ന് കാണിക്കുന്നത് കണ്ടാലും നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് അവര് പറയുന്നത്. ഒരിക്കൽ ഒരുത്തൻ എന്റെ വീഡിയോ എടുത്തു. ഞാൻ പറഞ്ഞു, നീ കൊണ്ട് കൊടുക്കുന്നു, നീ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ചാല് ഒരു കാസർഗോഡ് നിന്ന് വന്ന ഒരു പെങ്കൊച്ച്, തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു പയ്യൻ. അപ്പൊ നിങ്ങൾ എപ്പോഴാണ് ഫ്രണ്ട്സ് ആയ, നിങ്ങൾക്ക് എന്താണ് റിലേഷൻ, എന്താണ് പരിചയം എന്ന് ചോദിച്ചപ്പോ നമ്മൾ ഇവിടെ വന്ന് കണ്ട ഫ്രണ്ട്സ് ആണ്. ആ ചെറുക്കന് അവിടെ കിടന്ന് ആ പെങ്കൊച്ചിനായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അവിടെ കിടന്ന് തുള്ളി കളിക്കുന്നത്. അതെന്തോ ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അത് പോലീസ് വണ്ടിയുടെ മുന്നിൽ കിടന്ന് കാണിച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പൊതുവെ ഇവിടെ ഉള്ളവരാരും ആരോടും ഒന്നും ചോദിക്കില്ല. പിന്നെ നമ്മുടെ ഒരു മൈൻഡിൽ നമുക്കിങ്ങനെ വല്ലാണ്ട് രോഷം കൊള്ളുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ ചോദിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലാത്ത കാര്യമാണ്. കാരണം പോലീസിന്റെ വണ്ടി, പോലീസിന്റെ ഔട്ട് പോസ്റ്റ്, ഇതെല്ലാം അവിടെ ഉണ്ട്. പോലീസുകാർ അത്രയും ഒരു എന്തായാലും ഒരു 4-5 പേരെങ്കിലും ഡെയിലി മാനവീയത്തെ നൈറ്റിൽ ഈ ലേറ്റ് നൈറ്റും ഈ 7 മണി, പിറ്റേ ദിവസം 7 മണി വരെ ഉള്ളതാ. പക്ഷെ നമ്മുടെ മുന്നിൽ നിന്നാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. നമ്മൾ ഡെയിലി കാണുന്ന പിള്ളേരാണ്. വിളിച്ചുകൊണ്ട് പോകുന്നു, അതുപോലെ തിരിച്ചു കൊണ്ടുവന്ന ഒരു ടൈം കഴിയുമ്പോൾ കൊണ്ടുവന്നാക്കി കൊടുക്കുന്നു. പേരൻസ് അറിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി എന്നുള്ള രീതിയിൽ മാനവീയത്ത് വന്നു പോകുന്ന ആളുകളുണ്ട്. അതായത് അവർക്ക് ഉറക്കം എന്നൊരു സാധനം പോലും ഇല്ല.
കാരണം അവര് വെറുതെ ഇങ്ങനെ കൂട്ടാണ് എന്നുള്ളൊരു രീതിയിൽ ഇരിക്കുന്ന ഒരു ടീമുകളാണ്. അവര് ഒരു 11-12 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. അവര് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ 4-5 മണിയൊക്കെ കഴിയുമ്പോഴാണ്. അതിൽ ഇങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് വരുന്ന മുതിർന്ന ആളുകളാണ്. കാറിൽ വന്നിട്ട് ഇവരെ കൊണ്ടുപോകുന്നു. അവരെ കൊണ്ടുപോകുന്നത് എവിടാന്ന് നമുക്കറിയത്തില്ല. അതില് മറ്റേ SB-ക്കാര് പലതും പറയുന്നുണ്ട്. ചില ഹോട്ടലുകൾ, ലോഡ്ജിലൊക്കെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ടൈം ഒരു 4:30-5 മണിക്കുള്ളിൽ അവരെ തിരിച്ചു കൊണ്ടുവന്നാക്കുന്നുണ്ട്. അവര് നമ്മുടെ മുന്നിൽ വന്ന് കൂളായിട്ട് അവരുടെ ഓരോരുത്തരുടെയും വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കും അറിയാം, അവർക്കും അറിയാം അവരെന്താണ് ചെയ്യുന്നത്. പക്ഷെ വീട്ടിൽ കിടന്നുറങ്ങുന്ന പേരൻസ് അറിയുന്നില്ല. ഈ പിള്ളേര് ശരിക്കും അവരെ തന്നെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പോലീസുകാരി എന്നോട് പറഞ്ഞത് പച്ച പരമാർത്ഥമാണ്. അവർ ഡ്യൂട്ടിയിൽ കണ്ട സത്യങ്ങളാണ്. നമ്മുടെ നാട്ടിലില്ല, നമ്മുടെ വീടുകളിൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളാരും സമ്മതിച്ചെന്ന് വരില്ല. എന്നാൽ ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുക മാത്രമല്ല, ഇതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പോലീസിനെ വകവയ്ക്കാത്തവരാണ് ഈ ന്യൂജൻ കുട്ടികൾ എന്നും മറക്കരുത്. ഇതൊക്കെയാണെങ്കിലും ആകെ ഒരു ആശ്വാസം നൽകുന്നത് ഓപ്പറേഷൻ തൂഫാനാണ്. ഏതാണ്ട് 20,000-ലധികം കേസുകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. ആയിരക്കണക്കിന് പേർ അറസ്റ്റിലായി. കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നുകൾ പിടിച്ചെടുത്തു. എന്നാൽ നമ്മുടെ നിയമം ശക്തമല്ലാത്തതുകൊണ്ട് അറസ്റ്റിലായ മിക്കവരും തന്നെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ ലഹരി കച്ചവടത്തിന് ഇറങ്ങിയവർ അത് നിർത്തുകയില്ല എന്ന യാഥാർത്ഥ്യം കണക്കിലെടുക്കുമ്പോൾ ഇവരൊക്കെ വീണ്ടും ലഹരി കച്ചവടം തുടങ്ങിക്കാണും. എന്നിരുന്നാലും ലഹരിക്കെതിരെയുള്ള ഈ യുദ്ധം കേരളത്തിൽ അമ്മമാർക്ക് വലിയ ആവേശമുണ്ടായിട്ടുണ്ട്. തങ്ങളുടെ മക്കൾ ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ച് ആകുലപ്പെടാത്ത ഒരൊറ്റ മാതാപിതാക്കൾ പോലുമില്ല എന്നതാണ് വാസ്തവം. എങ്ങനെയാണ് ഇങ്ങനൊരു ക്യാമ്പയിന് വേണ്ടി രമേശ് ചെന്നിത്തല തയ്യാറായത് എന്നത് പലരും അതിശയത്തോടെ ചിന്തിക്കുന്ന കാര്യമാണ്. അതിന് ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി നടത്തിയ ഫെസ്റ്റിവലിലെ അതിഥിയായി രമേശ് ചെന്നിത്തല എത്തിയിരുന്നു. ചെന്നിത്തല അന്ന് MLA മാത്രമാണ്, പ്രതിപക്ഷ നേതാവ് പോലുമല്ല. ചെന്നിത്തലയുടെ ഒരു വീട്ടമ്മ വൈകാരികമായി ഈ വിഷയം ചോദിക്കുകയാണ്. ഈ നാട്ടിലെ യുവത്വത്തെ ലഹരി പിടികൂടുന്നതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നായിരുന്നു ചോദ്യം. സർ, എൻ്റെ പേര് സോണിയ. ഞാൻ 4 കുട്ടികളുടെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ആകുല ചിന്തകൾ തന്നെയാണ് സാറിൻ്റെ അടുത്ത് പങ്കുവയ്ക്കാനുള്ളത്. ഒരുപക്ഷെ ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് ഈ ലഹരി മരുന്നിൻ്റെ ഒഴുക്ക് തന്നെയാണ്. ഇതേപ്പറ്റി ചർച്ചകളും സംവാദങ്ങളും ധാരാളം നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്ട്രിക്റ്റായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഈ NDPS ആക്ട് പോലെയൊക്കെ അതിനെ ശക്തിപ്പെടുത്തുവാൻ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രധാന പങ്ക് വഹിക്കാൻ പറ്റും. ഒരുപക്ഷെ ഭരണകക്ഷിയായാലും മാറി വരുന്ന സർക്കാരുകൾക്കും എല്ലാവർക്കും പ്രധാന പങ്ക് വഹിക്കാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച തന്നെ കണ്ട വാർത്തയിൽ ഫേസ് വാഷ് മാറ്റിവെച്ച അമ്മയെ നട്ടെല്ല് തകർക്കുകയാണ്. സ്വന്തം മകളാണ് നട്ടെല്ല് തകർക്കുന്നത്. ഇതൊക്കെ വാർത്ത വായിക്കുന്ന സമൂഹത്തിന് വല്ലാത്ത ഒരു അമ്പരപ്പോട് മാത്രമേ ആ വാർത്തയെ കാണാൻ പറ്റുള്ളൂ. അതുപോലെ 16 വയസ്സുള്ള കുട്ടി സഹപാഠിയെ ഭീകരമായി ഉപദ്രവിക്കുന്ന ദൃശ്യം നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. എങ്ങോട്ടാണ് സമൂഹത്തിൻ്റെ പോക്ക്? അല്ലെങ്കിൽ യുവതലമുറ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരി മാഫിയയുടെ ഒരു പിടിമുറുക്കൽ തന്നെയാണ്. ഒരുപക്ഷെ ഈ ക്രിസ്റ്റൽ മിത്ത്, ഹൈബ്രിഡ് കഞ്ച ഇതുപോലെയുള്ള മാരക ലഹരി മരുന്നുകൾ എങ്ങനെയാണ് ഇവരുടെയൊക്കെ കൈകളിലേക്ക് ഇത്ര എളുപ്പത്തിലെത്താൻ എങ്ങനെ കഴിയുന്നു, അല്ലെങ്കിൽ എങ്ങനെ എത്തുന്നു? നമ്മൾ വളരെ വളരെ ഗൗരവപൂർവ്വം അത്തരം ചർച്ചകൾ സംഘടിപ്പിക്കുകയും അതിലേക്ക് എത്തുകയും വേണം. ഒരുപക്ഷെ ചർച്ച നടത്തുകയും അത് പിന്നീട് ചർച്ച മാത്രമായി അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതല്ല. ഒരുപക്ഷെ സ്ട്രിക്റ്റായിട്ട് നിയമം സ്ട്രിക്റ്റാക്കിയാൽ മാത്രമേ ഇതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ. ഈ ചോദ്യം രമേശ് ചെന്നിത്തലയുടെ ഉള്ളിലച്ചു. അവർ പറഞ്ഞ കാര്യങ്ങൾ ചെന്നിത്തലയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. ചെന്നിത്തല വളരെ വൈകാരികമായി തന്നെ പറഞ്ഞു, താൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ചില കാര്യങ്ങൾ ശ്രമിച്ചിരുന്നു, അതിന് ഫലവുമുണ്ടായി. തൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രമേശ് ചെന്നിത്തല വിശദമായി തന്നെ ഇങ്ങനെ പറഞ്ഞു. ഈ അഭിപ്രായം വളരെ ശരിയാണ്. പല മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഇതാണ്. ലഹരിക്ക് കുട്ടികൾ അടിമകളാകുന്നു. കുട്ടികളെ വശംവദരാക്കി ലഹരിയിലേക്ക് എത്തിക്കുന്ന വലിയ ഗ്യാങ്ങുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് ഒരു ചെറിയ അനുഭവം എനിക്കുണ്ടായി. ഞാൻ എറണാകുളത്ത് ചെന്നപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൗസ് എന്നെ കാണാൻ വേണ്ടി ഒരു അമ്മ ഒരു മകളും കൂടെ വന്നു. അപ്പോൾ പോലീസൊക്കെ ഉള്ളതുകൊണ്ട് അവരെ ഞാൻ പറഞ്ഞ് കയറ്റി വിടാൻ പറഞ്ഞു. അവർ വന്നാൽ കരയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയേണ്ട കാര്യം പറയൂ? സാർ, എൻ്റെ ഇളയ മോളാണിത്. എൻ്റെ മൂത്തവനൊരു കുട്ടിയുണ്ട്, അവന് 14 വയസ്സായി. അവൻ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പം
ആ കുട്ടി വീട്ടിൽ പുസ്തകം വെച്ചിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വിസിലടി കേൾക്കും. ആ വിസിലടി കേട്ടാൽ അപ്പം അവൻ വീട്ടിൽ നിന്ന് പോകും. പിന്നെ അവൻ വരുന്നത് 10 മണി 11 മണിയായിട്ടാണ്. ആദ്യം അവർക്ക് മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായി ആ നാട്ടിലുള്ള, ഞാൻ പേര് പറയുന്നില്ല സ്ഥലത്തിൻ്റെ, നാട്ടിലുള്ള ഈ മയക്കുമരുന്ന് സംഘമാണ് ഈ കുട്ടിയെ വിസിലടിച്ച് വിളിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി പോവും. കുട്ടി രാത്രി 10 മണി കഴിഞ്ഞ് തിരിച്ച് വന്ന് കിടന്നുറങ്ങും. സാറേ, എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആകെ ഒരു ആൺകുട്ടിയാണ്, പിന്നെ ഒരു പെൺകുട്ടിയാണ് ഉള്ളത്. ഞങ്ങളെ സാർ ഇത് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ അന്വേഷിച്ചപ്പം ഞാൻ അത് പെട്ടെന്ന് ശക്തമായ നടപടി ആഭ്യന്തരമന്ത്രിയോട് സ്വീകരിച്ച് ആ ഏരിയ മുഴുവൻ പോലീസിനെ കൊണ്ട് സെർച്ച് ചെയ്ത് ഇവരെ മുഴുവൻ പിടിച്ച് ശക്തമായ നടപടി സ്വീകരിച്ചു. പിന്നീട് ഞാൻ മന്ത്രിസ്ഥാനമൊക്കെ പോയി. പിന്നെ ഒരു ദിവസം ഞാൻ എറണാകുളത്ത് ചെന്നപ്പോൾ അവരെന്നെ കാണാൻ വന്നു. അവരെന്നോട് സാർ അന്നെടുത്ത നടപടിയുടെ ഫലമായി എൻ്റെ മകൻ അതിന് ശേഷം അവിടെ ഇങ്ങനെ ഗ്യാങ്ങില്ല, ഒരു പ്രവർത്തനവും നടന്നില്ല. മോനിപ്പം MBBS 1ാം ക്ലാസ്സിൽ ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. എന്നെ പറയേണ്ട ആ മകനെ കൂടി കൊണ്ടുവന്ന് എൻ്റെ അടുത്ത്. ഏറ്റവും വലിയ സന്തോഷം എനിക്ക് തോന്നിയ എൻ്റെ ജീവിതത്തിൽ തോന്നിയൊരു സന്തോഷം ഒരു ദിവസം. തീർച്ചയായും അങ്ങ് ഇവിടെ സഹോദരി പറഞ്ഞ 100% ശരിയാണ്. ഭരണകൂടം വിചാരിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ഇത് നിയന്ത്രിക്കാൻ കഴിയും. ഞാൻ നിങ്ങളോട് പറയുന്നത്, എനിക്കൊരു അവസരം കിട്ടിയാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ ലഹരി മാഫിയയെ ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിക്കും. ഞാനിപ്പോൾ 14 ജില്ലയിലും ഇതിനെതിരായിട്ട് ഞാൻ വാക്കത്തോൺ സംഘടിപ്പിച്ചു. നമ്മൾ വിളിച്ച ആളുകളെക്കാൾ കൂടുതൽ അമ്മമാരും രക്ഷകർത്താക്കളുമാണ് ആ പരിപാടി വന്നത്. എല്ലായിടത്തും ആയിരക്കണക്കിന് ആളുകൾ വന്നു. കേരളീയ യുവത്വം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ തെരഞ്ഞു പിടിച്ച് അവരിതിൻ്റെ വലയിലാക്കുക. അവരെ അതിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ബോധവൽക്കരണം ആവശ്യമാണ്. പക്ഷെ ശക്തമായ നടപടികൾ ഗവൺമെൻറ് തലത്തിലെടുത്താൽ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയൂ. ഒരു വീട്ടമ്മയുടെ ചോദ്യം രമേശ് ചെന്നിത്തലയുടെ ഹൃദയത്തിൽ കയറി കൂടിയപ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹ്രസ്വകാലത്ത് രമേശ് ചെന്നിത്തല നടത്തി പരിശ്രമിച്ച് വിജയിച്ച വലിയ ഒരു ആശയം ഒരു യുദ്ധമായി തന്നെ തുടങ്ങുകയായിരുന്നു പുതുതായി ചുമതലയേറ്റ ഉടൻ തന്നെ. വാസ്തവത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ ലഹരി കേന്ദ്രമാക്കിയ പിണറായി വിജയൻ കണ്ടുപഠിക്കേണ്ടതാണ് എങ്ങനെയാണ് സമൂഹത്തിൽ ഒരു നേതാവ് വിചാരിച്ചാൽ മാറ്റമുണ്ടാകുന്നതെന്ന്. ചെന്നിത്തലയോടുള്ള ഇഷ്ടവും വാത്സല്യവും ഈ നാട്ടിലെ വീട്ടമ്മമാർക്ക് ഒരിക്കലും മായുകയില്ല. അത്ര വലിയൊരു സാമൂഹ്യ സേവനമാണ് ചെന്നിത്തല ചെയ്തുകൊണ്ടിരിക്കുന്നത്.